മൂന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മുതൽ പുതിയ മാതൃകയിലുള്ള ചോദ്യപേപ്പറാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരം എഴുതാനാണ് നമുക്ക് വരാറ്. കളർ ഉൾപ്പെടെ ക്രയോൺസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ്. ഇവിടെ നോക്കൂ, നാമ എന്നുള്ളത് നമ്മുടെ പേരെഴുതണം. വിദ്യാലയസ്യ നാമ, സ്കൂളിൻ്റെ പേര് എഴുതുക. വർഗ, നമ്മുടെ ഡിവിഷൻ, ക്ലാസ് ഡിവിഷൻ ഏതാ വെച്ചാൽ അത് എഴുതുക. ബാക്കി രണ്ടും അച്ഛനും അതുപോലെ രക്ഷിതാക്കൾക്കും അധ്യാപകനും ഒപ്പിടാനുള്ള കോളങ്ങളാണുള്ളത്. ഇവിടെ അധ്യാപകർക്ക് മാർക്ക് രേഖപ്പെടുത്താനുള്ള കോളങ്ങളാണ്. ഇവിടെ നമുക്ക് നോക്കി അറിയാം, ഒന്ന് എ ഒന്ന് ബി എന്നുണ്ട്, അതുപോലെ 5A B എന്നുണ്ട്. എയും ബിയും എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഉറപ്പിക്കണം എന്ത്, ഇതൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും എയോ അല്ലെങ്കിൽ ബിയോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഓക്കെ, ശരി. നേരെ പ്രവർത്തനത്തേക്ക് പോവുകയാണ്. നോക്കൂ, 1A, ഉചിതം അക്ഷരം ഉപയോഗിച്ച് പദം പൂരിയതു. ഉചിതമായ അക്ഷരം എടുത്ത് പദം പൂരിപ്പിക്കുക. ഇവിടെ നോക്കൂ, ഡാഷ് മീചീനം എന്താണ് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ അധ്യാപിക പറയുന്നതാണ്. എന്താ വരിക, ഡായാണോ സായാണോ? ഡമീചീനം. എവിടെയെങ്കിലും അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. സമീചീനം, നല്ലത് എന്നർത്ഥം വരുന്നതാണ് അല്ലേ. അപ്പോൾ സ എന്നുള്ളത് എഴുതുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് കേട്ട് പരിചയമുള്ള വാക്കാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. അതൊന്ന് ശ്രമിച്ചു നോക്കണം. ഓക്കെ, അടുത്തത് ക്രീ ഡാഷ് തി ജ ഡ. നമുക്കറിയാം ക്രീജതി, അങ്ങനെ വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. ക്രീഡതി, അപ്പോൾ ഡ എന്ന അക്ഷരം വരും. അടുത്തത് ഡാഷ് മാനം. പായാണോ സായാണോ? പമ്മാനം. പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ സമ്മാനം. 3 വാക്കുകൾ എഴുതിയാൽ അവിടെ ഉത്തരമായി. അടുത്ത് നോക്കൂ, വേറിട്ട ഗണം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ വേറിട്ടൊരു ഗണം, ശരിയായിട്ടുള്ള അല്ലാത്തൊരു ഗണം ഏതാണെന്നുള്ളത് നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ജലകം ജലം പതകം ക്രീഡന്തു. ജലം പതകം ക്രീഡന്തു. അതുപോലെ ഉദയതി ക്രീഡതി ഉത്തിഷ്ഠതി പഠതു ലിഖതു വദതു. നോക്കിയതെല്ലാം തീ അല്ലേ. ക്രീഡതി ഉദയതി ഉത്തിഷ്ഠതി എന്നൊക്കെ വന്നിട്ടുണ്ട്. എന്താണ്? ഉദിക്കുന്നു, കളിക്കുന്നു, എഴുന്നേൽക്കുന്നു. പഠതു ലിഖതു വദതു. എഴുതു, പഠതു പഠിക്കൂ, ലിഖതു എഴുതു, വദതു പറയും. അപ്പോൾ ഇവിടെ നോക്കൂ, വെള്ളം ജലം, പതകം പതകം പതക്കം അല്ലെങ്കിൽ പതകം ബാഡ്ജ്, ക്രീഡന്തു കളിക്കൂ. അപ്പോൾ ഇതിലേതാ കൂട്ടത്തിൽപ്പെടാത്തത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാലോ. ഇതൊക്കെ തീ വെച്ച് അവസാനിക്കുന്നു, ഇതൊക്കെ തൂ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ദം കം ദു എന്നൊക്കെ പറഞ്ഞ് വേറെ ഉണ്ട്. അപ്പോൾ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? ഒന്നാണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ട് ഈ 3 വാക്കുകൾ ഇവിടേക്ക് എടുത്ത് എഴുതുക. എളുപ്പമാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ, ദത്തേഷു വിഭാഗേഷു ഉചിതം ഗണം ലിഖിതം. തന്ന വിഭാഗങ്ങളിൽ ഉചിതമായ ഗണം, ശരിയായിട്ടുള്ള ഗണങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നോക്കൂ, നൃത്യതു ഗായതു ലേപയതു. ശരിയായിട്ടുള്ള ഗണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നൃത്യന്തു വദതു അക്ഷരം അസാധു, തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശൃണ്വന്തി ആയന്തി ക്രീഡന്തി, ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധു എന്ന് പറഞ്ഞാൽ ശരി, അസാധു എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. ഉത്തിഷ്ഠതി ഉദയതി പ്രത്യാഗച്ഛതി, എഴുന്നേൽക്കുന്നു, ഉദിക്കുന്നു, പ്രത്യാഗച്ച് തിരിച്ചു വരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 സാധു എന്നുണ്ട്. അപ്പോൾ ആ സാധു ഗണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി പറഞ്ഞാൽ മതി. ഏതൊക്കെയാണ്? 1, 3, 4. അപ്പോൾ 1, 3, 4 ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഡി ആണ് അല്ലേ. ഡി 1, 3, 4 ഇവിടെ എഴുതാം. ഇനി അത് കഷ്ടമുള്ള പ്രവർത്തനമാണെങ്കിൽ നമുക്ക് 1B ഉണ്ട്. നോക്കൂ, കോഷ്ടകാത് ഉചിതം ഉത്തരം ചിത്വാര ചെയ്തു. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ ഉത്തരം എഴുതുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സംസ്കൃത ദിനം ഡാഷ് ഭവതി. സംസ്കൃത ദിനം എപ്പോഴാണ്? ഗണതന്ത്ര ദിനേ ശ്രാവണ പൂർണിമാ ദിനേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സംസ്കൃത ദിനം എപ്പോഴാണ്? ശ്രാവണ പൂർണിമ. അപ്പോൾ ശ്രാവണ പൂർണിമ എന്നിടത്തുള്ള ഉത്തരം ഇവിടെ എഴുതുക. താളസമേതം ഡാഷ് ഗായാമഹ. താളത്തോടെ എന്ത് പാടാം? നൃത്തം ഗായാമഹ. നൃത്തം പാടാൻ പറ്റുമോ? ഇല്ല. ഗീതം ഗായാമഹ, പാട്ട് പാടാം. ഗീതം എഴുതുക. അതോ തത്തേഭ്യ ഉത്സവസ്യ നാമം ചിത്വലിഖിതം. ഇതില് ഉത്സവത്തിന്റെ പേര് ഏതാണ്? ഓണം യാത്ര. ഏതാണ് ഉത്സവം? ഓണമാണ് അല്ലേ. ഓണം എടുത്തത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ഉചിതം ഗണം ചിത്വലി. ഉചിതമായ ഗണം ഏതാണ്? നൗക ലോകയാനം വിമാനം. നൗക ലോകയാനം വിമാനം. എന്താ നൗക? തോണിയാണ്. ലോകയാനം എന്താണ്? ബസ്. പഠിച്ചിട്ടുണ്ട് അല്ലേ. വിമാനം, വിമാനം, എയറോപ്ലെയിൻ. അടുത്ത് അപ്പൊ പിന്നെ വേറെ ഗണത്തിൽ പോകണോ? ഇതാണ് എന്ത്, എല്ലാം വാഹനങ്ങളുണ്ട്. അടുത്ത് നോക്കൂ, നദി നൗക ചിത്രം. 3 സാധനങ്ങളാണ്. നദി, തോണി, ചിത്രം. 3 സാധനമാണ്. യാനം സോദരഹ വർണ്ണം, അതും
വണ്ടി, സഹോദരൻ, നിറം. അപ്പോൾ ഇത് രണ്ടും വേറെ ഏതൊക്കെയോ ഉള്ളതാണ്. അപ്പോൾ ഉചിതമായ ഗണം എന്ന് പറയുന്നത് എ മാത്രമാണ്. എ എന്നുള്ളത് ഇവിടെ എഴുതുക. അപ്പോൾ 2 മാർക്കാണ് അതിനുള്ളത്, അല്ല 1 മാർക്കാണ് അതിനുള്ളത്. അടുത്ത് നോക്കൂ, അധോതത്തേഷു വിഭാഗേഷു അനുചിതം ഗണം ചിത്വാലിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ അനുചിതമായ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഉത്തരവൊന്നും നിങ്ങൾ നോക്കണ്ട. അസാധു, അതുപോലെ എന്താ പറയുക, സാധു എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അസാധു ഗണം ഏതൊക്കെയാണ്? അസാധു ഈ 3 എണ്ണമാണ് അല്ലേ, 1, 3, 4. ആ ഓപ്ഷൻ ഏതാണ് ഇതിൽ? അസാധു എന്നുള്ളത് സി ആണ് അല്ലേ. 1, 3, 4 സി എടുത്ത് എഴുതുക. അപ്പോൾ അവിടെ ഉത്തരായി. അടുത്ത് അക്ഷരം ക്രമീകൃത്യാലിഖതു. രണ്ടാമത്തെ പ്രവർത്തനം കേട്ടോ, അക്ഷരം ക്രമീകരിച്ച് എഴുതുക. അപ്പോൾ ഈ 3 അക്ഷരങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ വാക്ക് വരുമ്പോൾ പെട്ടെന്ന് ആലോചിക്കേണ്ടത് ഈ എന്ന് അവസാനിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ വാക്ക് മിക്കവാറും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ദം ഇവിടെ എഴുതി. ഇനി 2 വാക്കേ ഉള്ളൂ. മോസാദം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സാമോദം പഠിച്ചിട്ടുണ്ട്. സാമോദം എന്ന് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഇവിടെ എഴുതുക. ഇവിടെ നോക്കൂ, നം ഉണ്ട്, അതിവിടെ എഴുതുക. ഇനി ബാക്കിയുള്ളത് യാലജം നം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ലയാജനം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ജലയാനം അല്ലേ, അത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതപ്പോൾ ഇവിടെ എഴുതുക, ജലയാനം. എളുപ്പമല്ലേ? ഓക്കെ. ഇനി ഉദാഹരണം നോക്കി ഉചിതമായി പൂരിപ്പിക്കാം. ഇവിടെ ലോകയാനം ബസ്സിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? വിമാനമാണ് അല്ലേ. ഇതേതാണ് വിമാനം? വിമാനം ഇങ്ങോട്ട് വരയ്ക്കുക. ബാക്കി തോണിയാണുള്ളത്, നൗക ഇങ്ങോട്ട് വരയ്ക്കുക. അടുത്ത് വളരെ എളുപ്പം അല്ലേ. ഒത്തുകൾ യോജിപ്പിച്ച് അക്ഷരത്തിന് നിറം കൊടുക്കുക. സ എന്ന അക്ഷരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിറം കൊടുക്കാം. മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, ചിത്രം ദൃഷ്ടുവ യഥോചിതം യോജയിലു. ചിത്രം നോക്കി ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക. 5 ചോദ്യങ്ങളാണുള്ളത്. 5 ഉത്തരങ്ങളും ഇവിടെ തന്നെ 6 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് യോജിപ്പിക്കണം. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ നമുക്കപ്പോൾ എന്താണ് ഏറ്റവും എളുപ്പം? ഈ വാക്ക് എന്താ പറയുക, ഉത്തരങ്ങൾ നോക്കി പോകുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു. അപ്പോൾ നോക്കൂ, കാംസ്യ താളഹ അല്ലേ. നമുക്കറിയാം ജിം ജിം ജിം, കാംസ്യ താളം അല്ലേ. എന്താ ജിം ജിം സൗണ്ട് ഉണ്ടാക്കണത്? പെരുമ്പറയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വരയ്ക്കണം. ദൂരമുണ്ട്. കാംസ്യ താളഹ. അടുത്ത നോക്കൂ, ഢോലഹ. എന്താ ഢോലഹ? പെരുമ്പറയാണ് അല്ലേ. ഢോലഹ അതെവിടെ ചേർക്കുക? ഢോലഹ പെരുമ്പറ എവിടെയുള്ളത്? ഇങ്ങോട്ട് ചേർക്കുക. ഡിംഡിമഹ ചെണ്ട. ചെണ്ട ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ചെണ്ടയില്ല. ശരി. അടുത്തത് റെയിൽയാനം. എന്താ റെയിൽയാനം? ട്രെയിനാണ് അല്ലേ. അതെവിടെ ഇങ്ങോട്ട് യോജിപ്പിക്കുക. മർദ്ദളം. മർദ്ദളം ഉണ്ടോ അവിടെ? ഇവിടെ അടുത്തുണ്ട് അല്ലേ. മർദ്ദളം ഇവിടെ യോജിപ്പിച്ചു. മഹാനൗക തോണി. തോണി എവിടെയുണ്ട്? ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് തോണിയില്ല, മഹാനൗക കപ്പൽ. കപ്പൽ എവിടേക്ക് യോജിപ്പിച്ചു? ഇങ്ങോട്ടും യോജിപ്പിച്ചു. അപ്പോൾ ഇതിൽ എന്താ ഇല്ലാത്തത്? ഡിംഡിമഹ ചെണ്ട ഇല്ല. ബാക്കി 5 ഉത്തരങ്ങളും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. അടുത്ത പ്രവർത്തനം വളരെ എളുപ്പമാണ്. നോക്കൂ, ഉചിതമായ വർണ്ണം നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഉചിതമായ ഉത്സവത്തിന്റെ ഇതിലേക്ക് ചേർക്കാനാണ് പറയുന്നത്. ഇത് ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടാണ്? പൂക്കളം. ഈദാണോ, ക്രിസ്തുമസ് ആണോ, ഓണമാണോ? ഓണം അല്ലേ. അങ്ങോട്ട് ചേർത്തു. അടുത്ത പ്രവർത്തനം 5. നയനായാഹ ദിനചര്യാം പഠതു അധോതത്തേഷു വാക്യേഷു റിക്തസ്ഥാനം പൂജ്യം. നയനയുടെ ദിനചര്യ വായിച്ച് വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നയന പ്രഭാതേ ഉത്തിഷ്ഠതി. നയന രാവിലെ എണിക്കും. അനന്തരം സ വാർത്താം ശൃണോതി. അവള് വാർത്ത കേൾക്കും. സായങ്കാലം മിത്രൈഹി സഹ ക്രീഡതി. കൂട്ടുകാരോടൊപ്പം കളിക്കും. ക്രീഡാനന്തരം ഗൃഹം ആയാതി. വീട്ടിലേക്ക് വരും. രാത്രി ഗൃഹപാഠം ലിഖതി. രാത്രി ഗൃഹപാഠം എഴുതും. നോക്കപ്പോൾ നയന പ്രഭാതേ ഡാഷ്. അപ്പോൾ ഈ വാക്ക് എവിടെയുള്ളതെന്ന് മാത്രം നോക്കി കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള ഉത്തരം എഴുതാം. നയന പ്രഭാതേ എന്താ ഇവിടെ ഉള്ളത്? ഉത്തിഷ്ഠതി. സാ വാർത്താം എവിടെയുള്ളത്? ഇവിടെ. സാ വാർത്താം ശൃണോതി. ഇവിടെ എഴുതാം. സാ സായങ്കാലം മിത്രൈഹി സഹ. സായങ്കാലേ മിത്രൈഹി സഹ ക്രീഡതി. ഇവിടെ എഴുതാം. നയന ക്രീഡാനന്തരം ഗൃഹം ഡാഷ്. നയന ക്രീഡാനന്തരം കളി കഴിഞ്ഞിട്ട് എവിടേക്ക് വരും? ഗൃഹം ആയാതി. അടുത്തതോ രാത്രോ ഗൃഹപാഠം ഡാഷ്. രാത്രിയിൽ ഗൃഹപാഠം ലിഖതി. ഈ രീതിയിൽ ഈ വാക്കുകൾ നോക്കി കണ്ടുപിടിച്ച് എഴുതേണ്ട വാക്കുകളാണ്. അതൊക്കെ കൃത്യമായി തന്നെ ചെയ്യണം. ഓക്കെ. 5B നോക്കൂ. ഇനി അതിൽ A കഷ്ടമാണെങ്കിൽ B ചെയ്യാം. സംഭാഷണം പഠിച്ചു ക്രിയാപദാനി ചിത്വറിയൂ. സംഭാഷണം വായിച്ച് ക്രിയാപദങ്ങൾ നമ്മൾ പഠിച്ച വാക്കുകളാണ്. ക്രിയാപദങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് പഠിച്ചിട്ടുണ്ട്. അത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
സംഭാഷണം വായിച്ചിട്ട് നോക്കൂ. ക്രിയാപദങ്ങൾ ഏതൊക്കെയാണ് വരിക നോക്കൂ. അധ്യാപിക സംസ്കൃതദിനം ശ്രീലക്ഷ്മി കഥാം വദതു. ക്രിയാപദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എന്തെങ്കിലും ഒരു പ്രവൃത്തി വേണം. അപ്പോൾ നമ്മൾ സംസ്കൃതത്തിന്റെ മുദ്രാവാക്യമുണ്ട്, വദതു സംസ്കൃതം, ലിഖതു സംസ്കൃതം, പഠതു സംസ്കൃതം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ വദതു, പഠതു, ലിഖതു എന്നുള്ളതൊക്കെയാണ് എന്ത്, സംസ്കൃത പദങ്ങൾ. അപ്പോൾ വദതു ഒന്നാമത്തെ ഇവിടെ എഴുതി, ലിഖതു രണ്ടാമത്തെ ഇവിടെ എഴുതി, പഠതു മൂന്നാമത്തെ ഇവിടെ എഴുതി, പിന്നെന്താണ് ശൃണോതു ഇവിടെ എഴുതി, ഉദയതി അഞ്ചാമത്തെ ഇവിടെ എഴുതി. ഇത് ഇത്തിരി കഷ്ടമുള്ള പ്രവർത്തനമാണ്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പം എ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3ാം ക്ലാസ് വരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫായിരുന്നു കഴിഞ്ഞ വർഷത്തേത്. പക്ഷേ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ താഴത്ത് ഇതിൻ്റെ ഗ്രൂപ്പിൽ താഴത്തിട്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി എളുപ്പമുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിർമ്മിലാമ.